ഹലോ, അപ്പം എല്ലാവർക്കും നമ്മുടെ ബലിപെരുന്നാൾ ആശംസകൾ. ആദ്യം തന്നെ കിടക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ പെരുന്നാളായിട്ട് രാവിലെ നീച്ചു. ഒറ്റൊന്നിനും ഇവിടെ കാണുന്നില്ല, ഒക്കെ അടുക്കളയിലത്തോണ്ട് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്, പോയി നോക്കാം. അപ്പം ഷെസമോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഷെസ ഇവിടെ വർക്കിലാണ്. ഇങ്ങനെ പോയാലും ഇവിടെ ഉണ്ട്. എന്താ ഷിയ, ഇതൊക്കെ എപ്പോഴാണ് നേരത്തെ തന്നെ പൊന്തിയാ ഷിയ? അതല്ല അച്ഛപ്പോ നീച്ചു പോന്നപ്പോ കൊറേ നേരം എവിടെ എത്തിയപ്പോ കാര്യങ്ങളൊക്കെ ഇവിടക്കൊക്കെ എത്തിക്കണല്ലേ. ഇതെന്തിരുന്നു? ബീഫൊക്കെ റെഡിയായി. സമയമൊക്കെ എത്ര? 6 മണി രാവിലെ. മാഷാ അല്ലാ. പിന്നെ എന്തൊക്കെയായി? ചോറായിട്ടില്ല. അത് ചായ. ഓ അത് പോയാ അടിപൊളി. മാഷാ അല്ലാ, മാഷാ അല്ലാ. വിളിച്ച് അത് നമ്മൾ ഇന്നലത്തെ ചിക്കൻ കറി ഒന്നുകൂടി സെറ്റായി. ദോശ ഒക്കെ രാവിലെ റെഡി ആയിട്ടാ. 6 മണി ആയിട്ടുള്ളൂ, എല്ലാം റെഡിയായി. അപ്പോൾ തോട്ടിക്ക് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ. മോളെ ശീമോളെ ഇജ്ജ് തോട്ടിക്ക് പോയപ്പോ നേരത്തെ കുത്തി നേർച്ചിട്ടുണ്ടല്ലേ. നമ്മള് രാത്രിക്കത്തെ നൈറ്റിയാണ് ഇപ്പ കൊടുത്ത നൈറ്റി അല്ല. രണ്ടാക്കുണ്ട് ഇതേമാതിരത്തെ ടീഷർട്ട് ഇപ്പ കൊടുത്താണ് അല്ല കൊല്ലനക്കത്തെ പപ്പ. ആ ഉണ്ടാക്കുന്നത് ഓൾക്ക് ഇപ്പൊ ആനെ പറ്റിച്ച് കൊണ്ടുവരലാണ് ഓലെ പണി അല്ല. ഞമ്മൾ തോട്ടുകാലാ. അപ്പൊ നമ്മള് ഷാസാനെ വിളിച്ചു നോക്കിയാലോ? ഫോളോ മീ. ഇളകുന്നുണ്ട്. ജോലിച്ചോ ഞാൻ നോക്കാം. ചച്ചാ അതിനകത്തെ മുട്ടായി പൊഞ്ഞിക്കണേല് ചച്ചാത്തിമാ ചച്ചാ ഇളകുണ്ട് കേട്ടാ. ഇളകുണ്ട്. ടിസ്റ്റിന്റെ ഉസ്താദാണ് ഉള്ളത്. ചെച്ചുമ്മ വലിച്ചണ്ടടി വേദനാവും. അത് ഉറങ്ങാര, അതുകൊണ്ടാ. മാളെ 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 പൊന്തനുണ്ട് ട്ടാ, പൊന്തനുണ്ട്. ചേച്ചുമ്മ പൊന്തനുണ്ട്, മിസ്റ്റർ ചേച്ചു. അപ്പോൾ ഓള് തോട്ടിക്ക് പോരുന്നില്ല. അപ്പൊ നമ്മള് വീഡിയോ എടുക്കണ്ടേ തോട്ടിക്ക് പോകാനായിട്ടാണല്ലോ സിയ അല്ല. അപ്പൊ നമ്മൾ ഞങ്ങളെ കാത്തിക്കണ്ടല്ലോ. ഫോളോ മീ. അല്ല മുന്നോമി. ഇജ് മുന്നിലായിരിക്കും. അപ്പൊ മുന്നോമി പോട്ടെ. അപ്പൊ ഫോളോ മീ. മുന്നോമി അവിടെ എത്തിയല്ലേ? അടിച്ചേരല്ലേ ഞാൻ കയ്യോ. ഞങ്ങൾ പോട്ടെ. ഇജ തഞ്ഞത്തെ പണി നടക്കടി. നടക്കേ നായത്താ പെരുന്നാൾക്ക് തോട്ട് വിളിച്ചാന്നാ. എന്റെ സീറ്റിൽ ആരെ ഇരിക്കുന്നുണ്ട് നോക്കിയാ. ഇവലാണ് പ്രാവിനെ പിടിച്ച കള്ളന്മാര്, 2 ആൾക്കാര്. ഒക്കെ ചെല്ലല്ലോ സീർത്തണ് ജാസോപ്പേ. ആ ഓക്കെ. നായിനോട് ഈദ് മുബാറക്ക് ഞങ്ങള് അതോ മോപ്പത്തന്നെ ഞാൻ കുഴിഞ്ഞാടി. അപ്പൊ നമ്മളെ തോട്ടില് വെള്ളം കുറഞ്ഞു കേട്ടാ. ആള് ജസിയ ഇപ്പോഴാണ് ആളെ കിട്ടിയത്. ഇതാണ് ഇപ്പൊ പലക തട്ടിമറിച്ചിരുന്ന ആളല്ലേ. ആ നന്നായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് കിട്ടേണ്ടത്. ജൂണിലെ മത്സരം ആരാ ഫസ്റ്റ് ചാടുക? കള്ളൊക്കെ കുറഞ്ഞൂല്ലേ സസ? ഓള് ഇവിടെ മേലിന്ന് ചാടീന്. അപ്പൊ ജത്തിനെന്നതാ പെരുന്നാളിന്റെ രാവിലെ എത്ര 7 മണി 6:55 നേരത്തെ വരുന്ന വിചാരിച്ചു നേരം വൈകിയത്. പക്ഷെ എന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞില്ല. ചായയോടും കഴിഞ്ഞു. മറ്റേ ചായ കഴിഞ്ഞു. ഈ ചോറിനൊക്കെ മാത്രമേ ഇറച്ചി സാധനങ്ങളൊക്കെ സെറ്റ് ആയില്ല. ഷിയ മൈലാഞ്ചിയുടെ ഷോന്റെ ഷെസൻ മൈലാഞ്ചിയുടെ ഇപ്പുറം കാറ്റ
ഓളെ പിടിച്ചോണ്ട് ഒരാവശ്യമില്ല ഓള് അന്ന് ആകെ പോവുകയാണ് വിളിച്ച് എന്നിട്ട് വരാൻ അവിടെ പോയി ഇറങ്ങിക്കോ ഒന്നിട്ട് ഞാനേ ഇന്നലെ വിചാരിച്ചിനി അപ്പൊ നല്ല നോമ്പായില്ല ഇന്നലെ നോമ്പായപ്പോ പിന്നെ ഇന്നലെ ഇറങ്ങാൻ പറ്റില്ല ഒന്ന് എൻജോയ് ചെയ്തു ആ ചാടിക്കോ കുറച്ച് അങ്ങടി ആയിക്കോട്ടെ അവിടെ കാല് തട്ടി നിൽക്കേ ഇവിടെ ആകെ എത്ര ആയല്ലേ അവിടെ ചാടിക്കോ അവിടെ ഇവിടെ ഇവിടെ കാണണം കൊലക്കാം അവിടെ പോയി നോക്കാം ആദ്യം നിന്നിട്ട് അപ്പൊ മീൻകുട്ടികൾ ഷീന്റെ കുട്ടിയാണ് ഇതൊക്കെ അതൊക്കെ പോകണൊക്കെ ഇവിടെ മാത്രം ഈ കുയ്യൊരു തെളിഞ്ഞ വെള്ളത്തിന്റെ മൈലാഞ്ചി മൈലാഞ്ചി ഒക്കെ വെള്ളത്തില് എന്നിട്ട് തിരിച്ചാ കിട്ടും പോയിന്ന് വിളിച്ചു ചോട്ടിച്ചാടൽ കഴിഞ്ഞല്ലേ ചോട്ടിച്ചാടൽ കഴിഞ്ഞോ ഇവിടെ അവളിങ്ങനെ കിട്ടൂല അവളാ പോണേ അവള് ഭയങ്കര ഡിമാൻഡുള്ള ആളാണ് നല്ല വെള്ളാണ് പക്ഷേ 2 ദിവസം വെയിലറച്ചപ്പോത്തിന് വെള്ളത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പൊ ഞാൻ റെഡിട്ടാ എങ്ങനെയുണ്ട് ഡ്രസ്സ് സൂപ്പറായില്ല അപ്പോ ഞാന് ഷർട്ട് എടുത്തിട്ട് ചെയ്യും അപ്പൊ ഷർട്ട് ഇട്ടിട്ടാ എന്റെ ഷർട്ട് ആശാന്റെ വക എനിക്ക് കിട്ടിയതാണ് ഞാൻ ഷർട്ട് എടുത്തിട്ട് ചെയ്യുന്നു ഷർട്ട് പുതിയതുണ്ടായിരുന്നു അപ്പൊ എടുക്കണ്ട വിചാരിച്ചു അപ്പൊ മൊയിലാളിന്റെ വക നമുക്ക് ഷർട്ട് കിട്ടി ഓക്കെ അങ്ങനെ പോട്ടെ ഷീൻ ശ്രദ്ധ മാറ്റുന്നുണ്ട് എന്റെ എന്തൊക്കെയല്ലേ ഇനി തന്നെയല്ലോ എന്നാട്ടെ അപ്പൊ ഞാൻ വഴി പോരാ അപ്പൊ ഞാൻ ശീമാളും ശതമാനം കാണിച്ചാട്ടാ എന്തായി അപ്പൊ നിങ്ങളുടെ ഇത് ഒന്നില്ലേ അപ്പൊ ഇവര് ഇതൊക്കെ കുളിച്ച് റെഡി ആയിക്കണേ സെറ്റ് ആയിട്ടില്ല കേട്ടാ അതായത് ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ് ഞാൻ പള്ളിയിൽ പോവല്ല ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ് എങ്ങനെയുണ്ട് ചച്ച എനിക്ക് ഇഷ്ടപ്പെട്ടാ ഇപ്പൊ ചച്ചക്ക് ഒരു ഉടുപ്പും ഷിയക്ക് ഇതൊക്കെ ഒരു ഷർട്ടും പാൻറ്റും അങ്ങനെ ആ ഒരു ലെവലിലാണ് നമ്മൾ സെറ്റ് ആക്കിയത് ഷിയക്ക് അങ്ങനത്തെ ഒരു ഷർട്ടിനോട് ഒരു ആഗ്രഹം അപ്പൊ ഒക്കെ അത് കണ്ടിട്ട് അത് തന്നെ വേണം അല്ലേ ഇതാരാ അതിന്റെ മേലെ ഇരിക്കണ ആരാ ഇഷ്ടപ്പെട്ടാ അവളെ ആഗ്രഹിച്ച് വാങ്ങിയതാണ് അല്ലേ അപ്പൊ ഷസ അപ്പൊ വെച്ച് പോലാ പിന്നെ നമുക്ക് എന്താ വെച്ചാല് ഇപ്പൊ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ കല്യാണത്തിന് നല്ലൊരു അടിപൊളി ഡ്രസ്സുകൾ എല്ലാവർക്കും എടുത്തിക്കണേ അപ്പൊ അതിന്റെ പുറമെയാണ് ഇപ്പത് അപ്പൊ അതൊരു മാസം ആണല്ലോ ഉള്ളൂ ഒരു മാസം ആണല്ലോ അപ്പൊ നമ്മള് പിന്നാട് വല്ലാതെ എല്ലാണ്ട് എടുത്തിട്ടില്ല എല്ലാവർക്കും ചെറുമട്ടത്തിൽ സിമ്പിളാക്കി കുഞ്ഞോളൊക്കെ ഇത് കഴിഞ്ഞിട്ട് കാണിക്കല എന്തായാലും ഞാൻ പള്ളിയിൽ പോയനാലാ ഓക്കെ അപ്പൊ ഞാൻ പള്ളിയിൽ പോയരാ ഞാൻ പള്ളിയിൽ പോണേ ഷിയമോള് ശതമോളോ അല്ലത് അവിടെ നിൽക്കണേ അപ്പൊ ചെയ്യാ ചച്ചാ ഞാൻ പോയിട്ടാ ബൈ ബൈ പോയിരട്ടാ വായിലടിച്ചാളയാ അപ്പൊ നമ്മള് പള്ളിയിലെത്തിട്ടോ പള്ളിയിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ പള്ളി അടിപൊളി പ്രദേശം പള്ളിക്കല നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നിട്ടാ അപ്പൊ നമ്മളെ നമ്മളെ പനു സോഷ്യൽ മീഡിയയിലെ സ്പോർട്സ് മീഡിയ പറഞ്ഞ അപ്പൊ ഞങ്ങളെല്ലാവർക്കും കൊടുക്കുന്നത് പായസം ഒന്നല്ല എല്ലാവർക്കും പായസം കഴിക്കാൻ അപ്പൊ ഞങ്ങളെന്ത് ചെയ്തു അപ്പൊ ഞങ്ങള് ആദ്യം പെരുന്നാൾക്ക് ഇവിടെ ഫസ്റ്റ് എത്തിയ ആള് ഞങ്ങളെ ചെറിപ്പേനി അതായത് ഞങ്ങളെ മൂത്താപ്പ രണ്ടാമത്തെ മൂത്താപ്പ അപ്പോ ഇന്നിപ്പോ ആള് നമ്മളെ ഇതില്ലല്ലോ ഈ ചിപ്പില്ല അപ്പൊ രണ്ടാമത് എത്തിയാൽ ഇപ്പൊ രണ്ടാമത് ഇനി എത്തല് ഇവനാണ് ഇപ്പൊ ഫസ്റ്റ് എത്തല് അപ്പൊ കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ ഫസ്റ്റ് പനുവാണ് എത്തല് അപ്പൊ പനു ഫസ്റ്റ് എത്തി ആദ്യം കുൽഫി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആർക്ക് കുൽഫിക്കോ എനിക്കല്ലേ ഞാൻ ചോദിച്ചത് കുൽഫിക്ക് ദീർഘായുസോ ആമീൻ അല്ല കുൽഫി എന്തായാലും പക്ഷെ ആരോഗ്യത്തോടുള്ള ദീർഘായുസ് തരട്ടെ പിന്നെന്താ പറയാ വേർത്താ അല്ല ഇവിടെ ഭയങ്കര കറക്കത്തിലാണല്ലോ അന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നമ്മളെ യൂട്യൂബിന്റെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ചോദിച്ചു ഫഹൂടെ ആരൊക്കെ ചോദിച്ച നമ്മളെ കുട്ടിക്കുറുമൻസ് ചൂപ്പർ കണ്ടവൻ ആൾക്കാർ നമ്മളെ ഭാവസ്ഥാദ് ഭാവസ്ഥാദൊക്കെ അങ്ങനെ അന്വേഷിച്ചിരുന്നു പിന്നെ നമ്മളെ
അത് അന്നത്തെ വെച്ച് ഒക്കെ ചോദിച്ചോ ഫഹൂടെ ആ അപ്പൊ അന്നെ ഓരോട് പറയലേ ഞാൻ ഒരു പഠനത്തിന്റെ പുറകിലാണ്. ഫാൻ നോക്കി എന്നാലും കേക്ക് കൊടുക്കാം. നീ പറ. അപ്പൊ ഫഹൂനെ ചോദിച്ചോൽ കേട്ടാ, ഫഹൂനെ നേരിട്ട് കിട്ടിയിട്ടുണ്ട്. ഫഹു പറയും ഞാനൊരു പഠനത്തിന്റെ പുറകിലാണ്. എന്താണ് പഠനം? നമുക്ക് തീരുമാനമാകുമ്പോ റാത്താവട്ടെ, കിട്ടട്ടെ, മെനക്കെട്ടിട്ട് അങ്ങനെ കുറെ ആൾക്കാർ പഠിച്ചിട്ട് കിട്ടാത്ത എന്നിട്ട് പ്രത്യേകിച്ചു പിന്നെ ടെസ്റ്റ് ഉണ്ട്, ഇപ്പൊ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതിന്റെ പുറകിലാണ് ഞാൻ. ഏകദേശം ഫിസിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എല്ലാവർക്കും. അപ്പൊ ഇൻഷാല്ലാ ഒരു ആഗ്രഹം അതിലേക്ക് എത്തിപ്പെടട്ടെ. അതിനെല്ലാരും ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് വീഡിയോ ഉണ്ട്, ഞാനൊന്നും കാണുന്നില്ല. സ്പോർട്സ് അല്ല, കഴിഞ്ഞ മാസമൊക്കെ നല്ല പൈസ. അപ്പൊ സ്പോർട്സ് വൈബ് കാണുന്നവർക്കാണ് എന്റെ എനിക്ക് വരുള്ളൂ. പക്ഷെ അന്ത്യയിലുള്ളവർ ഇന്ത്യയിൽ ഉണ്ടാവില്ല, ഇന്ത്യയിലുള്ളവർ അന്ത്യയിൽ വരില്ല. കഴിഞ്ഞ മാസം നല്ല പൈസ പുറത്തു വിടണ്ട, ഇൻകം ടാക്സ് വരും. അപ്പൊ അങ്ങനെട്ടാ. അപ്പൊ ഫഹുവാണ് എത്തിയത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന പരിപാടി ഇതൊക്കെ ഉണ്ട്, കുറച്ചു നേരം കഴിയും. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് മുണ്ടി പറഞ്ഞിരിക്കട്ടെ ഏട്ടനഞ്ചിനും. ഓക്കെ, ഇങ്ങനെ എല്ലാരും റെഡി ആയിട്ടാ. അപ്പൊ നമ്മളെ ഫഹു ഇവിടെ ഉണ്ട്. ഓൻ കുൽഫിയൊക്കെ തന്നെ ക്ഷീണത്തിലാണ്. ഷീൻ ഷസീം ഒന്ന് ഉറങ്ങിട്ടാ. തോട്ടിലൊക്കെ ചാടിയപ്പോ പിന്നെ ഫാൻ ഇട്ട് അടക്കം കിടന്നപ്പോ ഉറങ്ങില്ല, ഉറങ്ങി. അപ്പൊ ഇതാണ് ഞങ്ങളെ ഡ്രസ്സ്. ഷീ അങ്ങോട്ട് എന്നാ ഞങ്ങൾക്ക് വാ നേരെ കാണുള്ളൂ, നേരത്തെ അകത്തുനിന്ന് കാണിച്ചോട്ട്. അപ്പൊ ഷീ അങ്ങനെ, ഷസ അങ്ങനെ, കുഞ്ഞുമോൾ ഇങ്ങനെ, ഞാൻ അങ്ങനെ, അങ്ങനെ 4 എണ്ണം അല്ലേ. ഫഹു അങ്ങനെ അപ്പല്ല വല്യപ്പ. അപ്പൊ എന്തായാലും ഇനി ഞങ്ങള് പെരുന്നാള് ഫുഡ് കഴിക്കാൻ പോകണ്ട. അടുത്ത പരിപാടി. അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് കലാപരിപാടിയിലേക്ക് ഇറങ്ങുക. എന്താ തുഷിയാ നെടാപ്പി നെണ്ടോ നെയ്ച്ചോറ് കാ ബീഫ് കാ നെയ്ച്ചോറ് കോബേജ്. കോബേജിന്റെ ഒക്കെ കളി വേറെ ലെവലാണല്ലോ. ഞങ്ങളെന്താ ചമ്മന്തിയാ എന്തോട്ടിക്കണല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ ബീഫും ഇതൊക്കെയാണ് കേട്ടാ. പിന്നെ ഇനിയിപ്പോ കുഞ്ഞുമാട് ചെല്ലുമ്പോ എന്തായാലും കുഴപ്പമുണ്ടാവില്ല. നിങ്ങളെ ഇന്നെന്തേക്കാരോ അൽഫാമിക്കാരോ? നിങ്ങളെ അൽഫാമിണ്ടാവോ? എന്തായാലും ഇപ്പൊ അൽഫാമൊക്കെ കൊണ്ടുവരും. നമുക്കാകെ തിന്നാം. ലസിയ സ്പെഷ്യൽ പയ്യ നബാട്ടി, കൊറേ കാലം പയക്കുള്ള ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയ നബാട്ടി. പിന്നെത്താ തരം തുടങ്ങുന്നു. അഭിപ്രായം പറയൂ. അപ്പൊ നമ്മള് പെരുന്നാള് നെയ്ച്ചോറും ബീഫും നെയ്ച്ചോറും നെയ്ച്ചോറും ബീഫും ഇജ്ജ് തിന്നാ? എന്താ പാട്? മക്കളെ പെരുന്നാളിന്റെ ഫുള്ള് പടകള് കഴിഞ്ഞിട്ടാ. കുറേ ആൾക്കാർ വന്നു, കുറേ വന്നും പോക്കും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കുള്ള വിരുന്നേരും ഒക്കെ വന്നു. ചോറൊക്കെ അടിയോടെ ഞങ്ങൾ തിന്ന് ഒക്കെ കഴിഞ്ഞ് പെരുന്നാള് നാസക്കൂസായി. മറ്റേ ഇന്ത്യക്കാരൻ പറഞ്ഞ നാസക്കൂസായി. ഇനി ഇതൊക്കെ നമ്മളെ പെണ്ണുങ്ങളോടുക്ക് പോവുകയാണ്. വില കൊണ്ടേക്കാൻ കൊണ്ടാക്കിയാണ് ഞാൻ തിരിച്ചേണ്ടി വരും. പിന്നെ രാത്രി നാസക്കൂസ ഞാൻ പോയിട്ട് വരും. അപ്പൊ എന്നാ പോയാളാ നമ്മളെ വണ്ടിയിലൊക്കെ കയറാം. അതിന്റെ മുന്നേ വീഡിയോ വൈൻഡപ്പ് ചെയ്താലാ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പണ്ടത്തെ ഡയലോഗാണ്, എന്നാലും കിടന്നോട്ടല്ല. ഷിയ പറഞ്ഞല്ല പാഴാക്കണ്ടാണ് ചെയ്താളി. ഓക്കെ, ബൈ ബൈ.